നമ്മളിപ്പോൾ ഇടുക്കിയിലെ വീട്ടിലാണ് കേട്ടോ. ഇപ്പം നമുക്കിവിടെ ഒരു ചെറിയ തെങ്ങ്, ചെറുതെന്നൊന്നും പറയത്തില്ല, വലുതെന്നും പറയത്തില്ല, അങ്ങനെ ഒരു തെങ്ങ് നിൽപ്പുണ്ട്. അപ്പോൾ ഈ മതിലിനോട് ചേർന്നാണ് ഈ തെങ്ങ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയ കാറ്റും മഴയൊക്കെ ആയിരുന്ന സമയത്ത് ഇതിന് മടൽ ഉരിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മടൽ ഉരിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ കെട്ടിയിട്ടേക്കുന്നതായതുകൊണ്ട് തൂങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കെട്ടി റെഡിയാക്കിയൊക്കെ നിർത്തിയിരിക്കുകയായിരുന്നു. നമ്മളുടെ തേങ്ങയൊക്കെ ഇടാനായിട്ട് തോമസ് ചേട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ തോമസ് ചേട്ടൻ ഇതെല്ലാം അഴിച്ച് കളയുന്ന ഒരു ഭാഗമൊക്കെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ മിക്കവാറും എല്ലാ ദിവസവും തന്നെ പണിയാനൊക്കെ ആളുകളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ഈ പണിയാൻ വരുന്ന ആളുകളുടെ ഫോട്ടോ ഒന്നും എടുത്ത് അല്ലെങ്കിൽ പണിയുടെ കാര്യങ്ങളൊന്നും കൂടുതലെടുത്ത് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാറില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്, ഈ ചേട്ടനൊരു 75 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹം സ്വന്തം ചെലവിനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിലുള്ള ഒരു പണി ചെയ്യുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നമുക്ക് തേങ്ങ ഇടാനായിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് തരും. അതുപോലെ തന്നെ ഈ മടലും കാര്യങ്ങളൊക്കെ കെട്ടി വെക്കണം. ഞാൻ പറഞ്ഞല്ലോ ഈ മതിലിനോട് ചേർന്നാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു വീടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതെല്ലാം കെട്ടി റെഡിയാക്കിയൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പം ഈ ചേട്ടൻ വന്നിട്ട് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തു തരും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ ഇതിൻ്റെ കവിളിൽ കൂടെ ഈ മരുന്നൊക്കെ ഇടും. എന്തോ ഒരു സംഭവമുണ്ട്, കൊമ്പൻ ചില്ലിയൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം നമ്മളിട്ട് കൊടുക്കും. അപ്പോൾ അതൊക്കെ ഈ ചേട്ടൻ വളരെ കൃത്യമായിട്ട് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഇത്രയും പ്രായമുള്ള ഒരാൾ ഈ അദ്ദേഹത്തിൻ്റെ ചിലവിനായിട്ടുള്ള പൈസ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പണിയൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചേട്ടനെ ഒന്ന് അഭിനന്ദിക്കണമെന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് കേട്ടോ. ഇപ്പോൾ കണ്ടോ വലിയ തെങ്ങൊക്കെ നിൽപ്പുണ്ട്. ആ തെങ്ങിലൊക്കെ കയറാൻ ഇപ്പോൾ പേടിയാണ്, കാരണം നല്ല കാറ്റുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ നമുക്കൊരു ഒരു 3-4 കരിക്ക് ഇറക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അദ്ദേഹം അത് ഇങ്ങനെ കെട്ടിപ്പെറുക്കിയൊക്കെ ഇറക്കി കൊണ്ടുവരുന്നതാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. എന്തായാലും ഈ കരിക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി കേട്ടോ. ഈ കരിക്കിന് ശരിക്കും കരിക്കിൻ്റെ പരുവമൊന്നും ആയിട്ടില്ല. വെള്ളയ്ക്ക പോലുള്ള ഒരു സംഭവമേ ആയിട്ടുള്ളൂ. എന്തായാലും കരിക്കിടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഇതാണ് ഇട്ടത്. നമ്മളതിന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, കാരണം ചേട്ടൻ ഇത്ര പ്രായമുള്ള ആളാണ്. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നോക്കിയൊക്കെ ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് നമ്മളൊന്നും പറഞ്ഞില്ല കേട്ടോ.